പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ശങ്കറിന്റെ വീട്ടിൽ നിന്നും വിക്രവും വേദയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം വിശ്വത്തെ രക്ഷിച്ചത് വേദയാണെന്നറിഞ്ഞ് കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. വേദയെ ഒരു നോക്ക് കാണാൻ കമലം ഒത്തിരി കൊതിക്കുന്നുണ്ട്. നേരം വിശ്വം കമലത്തിനോട് പറയുന്നുണ്ട്, വേദയാമ്മേ എന്നെ രക്ഷിച്ചത്. പോലീസ് എനിക്കെതിരെ FIR തയ്യാറാക്കി. എല്ലാ തെളിവുകളും എനിക്കെതിരായിരുന്നു. ജയിലിൽ കിടക്കുമെന്ന് നാം പ്രതീക്ഷിച്ചത് അമ്മേ. വേദയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും എനിക്ക് ശിക്ഷ കിട്ടുമായിരുന്നു. ഇത് കേട്ട് കമലത്തിന്റെ കണ്ണൊക്കെ നിറയുക. അന്നേരം മാഷ് പറയുന്നുണ്ട്, നന്ദിനി ഇതൊന്നും കേൾക്കുന്നില്ലേ? വേദയാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് നന്ദിനിയല്ലേ എപ്പോഴും പറയുന്നത്. ഒരു ആപത്ത് വരുമ്പോ അവസാനം രക്ഷിക്കുന്നത് വേദ. സത്യം പറഞ്ഞ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വിക്രം മാത്രമാണ്, അല്ലാതെ വേദയല്ല. ഇത്രയും പറഞ്ഞിട്ട് മാഷ് അകത്തോട്ട് പോകുന്നുണ്ട്. അന്നേരം വിനായകൻ ആകെ പേടിച്ചിരിക്കുന്നുണ്ട്. തന്റെ കള്ളത്തരം വേദ തിരിച്ചറിയുമോ എന്ന് വിനായകൻ പേടിക്കുന്നുണ്ട്. അന്നേരം നന്ദിനി ദേഷ്യത്തോടെ നിൽക്കുക. അന്നേരം സന്തോഷത്തോടെ ശ്രീജയും വിശ്വനും അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം വേദയെ കാത്ത് കമലം കൈവരിയിലിരിക്കുക. അന്നേരം വിക്രവും വേദയും വീട്ടിലേക്ക് വരുന്നുണ്ട്. വേദേനെ വക്കീൽ വേഷത്തിൽ കണ്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ഓടിപ്പോയി വേദയെ കെട്ടിപ്പിടിക്കുക. ഇറക്കണ്ണുകളോടെ വേദയോട് പറയുന്നുണ്ട്, എന്റെ മോനെ രക്ഷിച്ചത് മോള. കമലം വേദേനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം വിക്രം സന്തോഷത്തോടെ വേദേനെ നോക്കുക. അന്നേരം ഇത് കണ്ട് മാഷിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നന്ദിനി അസൂയോട് നോക്കുക. അന്നേരം വേദ കമലത്തിനോട് പറയുക, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, വിശ്വേട്ടനെ ഞാൻ രക്ഷിക്കുമെന്ന്. ഇപ്പോൾ എനിക്ക് ജാമ്യത്തിൽ ഇറക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം തീർന്നില്ല. വിശ്വേട്ടനെതിരെയുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരനായ യഥാർത്ഥ പ്രതിനെ എനിക്ക് കണ്ടുപിടിക്കണം. ഞാനത് കണ്ടുപിടിക്കും. അതെന്റെ ഏട്ടനായാലും ഞാനത് വെളിച്ചത്ത് കൊണ്ടുവരും. കോടതിക്ക് മുന്നിൽ ഉത്തരം പറയിപ്പിക്കും ഞാൻ. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇത് കേട്ട് കമലം ഇതിയോട് പറയുന്നുണ്ട്, മോളുടെ സ്വന്തം ഏട്ടന്, മോളുടെ അച്ഛന് ഇതൊന്നും സഹിക്കാനാവില്ല. വിശ്വത്തെ ഈ കേസിൽ നിന്ന് മോളെ രക്ഷിച്ചാ മതി, മറ്റൊന്നും വേണ്ട. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അമ്മ ധൈര്യമായിട്ടിരിക്കും. വിശ്വേട്ടനെ ഇനി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ വേദയുള്ളപ്പോ നിങ്ങൾ ആരും പേടിക്കണ്ട. അന്നേരം വിക്രം വേദേനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. മുറിയിലേക്ക് പോയ വേദേനെ വിക്രം വിളിക്കുക. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്താ? അന്നേരം വിക്രം പറയുക, എനിക്ക് നിന്നോട് എന്ത് പറയണോന്ന് അറിയില്ല. നീ എന്ന് കോടതിയിൽ വിശ്വേട്ടന് വേണ്ടി വാദിച്ചപ്പോ എന്റെ മനസ്സിൽ ഇല്ലാത്തൊരു സന്തോഷവും ഒപ്പം കുറ്റബോധവാ തോന്നിയത്. എന്നെ പോലെ ഇത്രയും കഴിവുള്ള പെൺകുട്ടികൾ ഇങ്ങനെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ലായിരുന്നു. എന്നെ പോലൊരു ഭർത്താവ് എനിക്ക് ചേരില്ല എന്നും എനിക്കപ്പോൾ തോന്നി. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിങ്ങളും ഞാനും ചേരില്ലെന്ന്? നിങ്ങൾ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. പിന്നെപ്പോഴോ ജീവിതത്തിൽ എവിടെയോ വഴിതെറ്റി സഞ്ചരിച്ചു. അതല്ലാതെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ കുറ്റബോധം അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ദേഷ്യത്തോടെ ആണെങ്കിലും എന്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചു. അത് ദൈവ നിശ്ചയമായിട്ടാ ഞാൻ കാണുന്നത്. തിരിച്ചുകൊണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രമിന് അല്ലാത്ത സന്തോഷാവുന്നുണ്ട്. വേദയോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും ആ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുക. ആ സ്നേഹവും ഇഷ്ടവും പുറത്ത് പ്രകടിപ്പിക്കാനാവാതെ വിക്രം വേദേനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അന്നേരം വേദ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുക. നേരം വിക്രം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. വീട്ടുകാരെയും എല്ലാരെയും തള്ളിക്കളഞ്ഞ് എന്റെയും എന്റെ കുടുംബത്തിനും വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന വേദയോട് വിക്രമിന് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. വേദയെ തനിക്ക് കിട്ടിയത് ഭാഗ്യമായി വിക്രമിന് തോന്നുക. ദർശൻ കോടതിയിൽ നിന്നും വീട്ടിലേക്ക് വരുക. നേരം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിക്കുക. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദ വിശ്വത്തെ ജാമ്യത്തിൽ ഇറക്കി. ഇനി അടുത്ത് നമ്മളാ അവളുടെ ലക്ഷ്യം. നമ്മളെന്ന് വെച്ചാൽ ഞാൻ. ഇതിന് പിന്നിൽ ഞാനാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കെതിരെയുള്ള തെളിവുകൾ, അതാണ് അവളുടെ ലക്ഷ്യം. എന്നോട് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുണ്ട്. യഥാർത്ഥ പ്രതിയെ കോടതിക്ക് മുന്നിൽ എത്തിക്കുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് കേട്ട് ചന്ദ്രശേഖരൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നീ എന്തിനാ ശ്രീകാന്തെ ഇങ്ങനെ പേടിക്കുന്നത്? അന്നേരം ദർശൻ ഇത് കേട്ട് സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. മാറി നിന്ന് എല്ലാം കേൾക്കുക. അന്നേരം ചന്ദ്രശേഖരൻ പറയുക, വേദ ആ വിശ്വത്തെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കി. അത് ശരിയാ. പക്ഷേ എങ്ങനെ വിശ്വം കുറ്റക്കാരനായെന്ന് നമുക്കറിയാം. വേദയ്ക്ക് അതൊരിക്കലും കണ്ടുപിടിക്കാനാവില്ല. കാരണം ആ 10 ലക്ഷം രൂപ അതവൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ കാശ് കിട്ടാതെ അവൾക്കൊന്നും ചെയ്യാനാവില്ല. ആ കാശ് ഇപ്പോൾ എന്റെ കയ്യിലുണ്ടെന്ന് എനിക്കും ശ്രീകാന്തിനും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. പിന്നെ എന്തിനാ ശ്രീകാന്തെ നീ ഇങ്ങനെ പേടിക്കുന്നത്? അവള് കണ്ടുപിടിക്കട്ടെ. ഒരിക്കലും നമ്മളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് അവൾ ഒരു കാലത്തും തെളിയിക്കാൻ പോകുന്നില്ല. ആ ബാഗും 10 ലക്ഷം രൂപയും വിശ്വമെടുത്തു. അതാണ് സത്യം. തിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ദർശനാകെ അമ്പരന്ന് നിൽക്കുക. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞ അതാ എനിക്ക് പേടി. ഈ കുടുംബത്തിന്റെ അന്തസ് എല്ലാം അതോടെ നഷ്ടപ്പെടും. നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ശ്രീകാന്തെ ഞാനും നീയും മാത്രമല്ല വിശ്വത്തെ കുടുക്കിയത്. അവന്റെ അനിയനും കൂടി ചേർന്ന വിശ്വത്തിന്റെ ചേട്ടൻ
അതായത് വിക്രത്തിന്റെ ചേട്ടൻ വിനായകനും ഇതിൽ പങ്കുണ്ട്. അവനും ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ നമ്മൾ പറഞ്ഞത് അതുപോലെ അനുസരിച്ചത്. ഇതിന് പിന്നിലുള്ള ചതി വിനായകന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അവൻ നടക്കുന്നില്ലേ? സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം ചോരയെ ചതിച്ച് അവനും തെറ്റുകാരനാ. അത് നീ മറക്കണ്ട. നേരം ശ്രീകാന്ത് അറിയുന്നുണ്ട്. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം ദർശൻ ഇതെല്ലാം കേട്ട ശേഷം മുറിയിലോട്ട് വരുന്നുണ്ട്. ഇതേ ഫോണിൽ വിളിച്ച് ഇതെല്ലാം പറയണമെന്ന് ദർശന് തോന്നുന്നുണ്ട്. നേരം ദർശൻ വേദയെ വിളിച്ച് കേട്ട കാര്യമെല്ലാം വേദയോട് പറയുന്നുണ്ട്. എന്റെ അച്ഛനും ശ്രീയേട്ടനും കൂടി നടത്തിയ പ്ലാനാണ് ഇതെന്നും ഇതെല്ലാം അറിയുന്ന ഒരാള് വേദയുടെ വീട്ടിലുണ്ടെന്നും അത് മറ്റാരുമല്ല വിക്രമിന്റെ ചേട്ടൻ വിനായകനാണെന്നും ദർശൻ വേദയോട് പറയുക. അന്നേരം ഞെട്ടലോടെ വേദ എല്ലാം കേട്ടു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, തൽക്കാലം വിനായകൻ ചേട്ടന്റെ കാര്യം ഞാനും ദർശനും മാത്രം അറിഞ്ഞാ മതി. എന്നെ ആ 10 ലക്ഷം രൂപ ആ ബാഗ് ചന്ദ്രശേഖരൻ അങ്കിന്റെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതാണ് ഏറ്റവും വലിയ തെളിവ്. പോലീസിനെ കൊണ്ട് തന്നെ അതെടുപ്പിക്കണം. അന്നേരം ദർശൻ പറയുന്നുണ്ട്, താൻ പോലീസിനെ വിളിച്ച് പറയേ, അവര് വന്ന് പരിശോധിക്കട്ടെ. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് എല്ലാവരും അറിയണം. നേരം വേദ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം വിക്രമിനോട് വേദ പറയുക, നമുക്ക് സ്ഥലം വരെ പോണം. നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എവിടെയാ? നേരം വേദ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ. കാര്യമില്ല, പോകുമ്പോ പറയാം, നിങ്ങൾ പെട്ടെന്ന് വാ. അന്നേരം വിക്രം വേദയും കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ഇൻസ്പെക്ടർ സാബുവിനോട് വേദ പറയുക, വിശ്വേട്ടം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ആ 10 ലക്ഷം രൂപ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അഡ്വക്കേറ്റ് ദർശന്റെ വീട്ടിലുണ്ട്. ആ വീട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടും. അതിനുള്ള ധൈര്യം ഇൻസ്പെക്ടർ സാബുവിനുണ്ടോ? അന്നേരം വിക്രം അമ്പരന്ന് വേദേനെ നോക്കുന്നുണ്ട്. അന്നേരം ഇൻസ്പെക്ടർ സാബു വേദയോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളാണോ ആ കാശ് ആരും അറിയാതെ അവിടെ കൊണ്ടുവച്ചത്? അവരെ ഈ കേസിൽ പ്രതിയാക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇത് കേട്ട് വേദ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ തെറ്റ് ചെയ്യാത്തവരെ കുറ്റവാളിയായി കണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കാനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് പറയണം സാർ. മുകളിലുള്ളവരോട് ഞാൻ പരാതിപ്പെട്ടോളാം. അന്നേരം ദേഷ്യത്തോടെ സാബു വിക്രമിനെയും വേദേനെയും നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ശരി, ഞാൻ വരാം. പോലീസുമായി ദർശന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പുറകെ വിക്രമും വേദയും. അന്നേരം സാബുവിനെ കണ്ട് ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇവിടെ? അന്നേരം സാബു പറയുന്നുണ്ട്, വിശ്വം ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയ ആ 10 ലക്ഷം രൂപ അതെവിടെ ഉണ്ടെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് അന്വേഷിക്കണം. ഈ വീട് പരിശോധിക്കണം. അന്നേരം ചന്ദ്രശേഖരൻ ഒക്കെ പേടിച്ചു നിൽക്കുന്നുണ്ട്. ഉടനെ പറയുക, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത്? അന്നേരം വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാനാണ് അങ്കിൾ പറഞ്ഞത്. വിശ്വേട്ടനെ ചതിക്കാനായി നിങ്ങൾ ചെയ്ത ചതിയിൽ നിങ്ങൾ തന്നെ വീഴുമെന്ന് കരുതിയില്ല അല്ലേ? ആ 10 ലക്ഷം രൂപ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് കണ്ടെടുക്കാനാ പോലീസ് ഇവിടെ വന്നത്. അതും കൊണ്ടേ ഇവിടന്ന് പോവുള്ളൂ. നേരം സാബു പറയുന്നുണ്ട്, കേട്ടില്ലേ സാർ, ഞങ്ങൾക്ക് ഇവിടം പരിശോധിക്കണം. നേരം പോലീസ് എല്ലാരും പരിശോധന നടത്തുന്നുണ്ട്. അന്നേരം ചന്ദ്രശേഖരന്റെ മുറിയിൽ നിന്നും 10 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കണ്ടെടുക്കുന്നുണ്ട്. ഇതും കൊണ്ട് വേദയുടെ മുന്നിലേക്ക് വരുക. ഇത് കണ്ട് ചന്ദ്രശേഖരൻ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. സാബുവും നേരം വേദയും വിക്രമും ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അന്നേരം ഉടനെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ കാശ് എന്റേതല്ല, ഇത് ശ്രീകാന്തിന്റെയാ. ശ്രീകാന്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. ശ്രീകാന്ത കാശ് എനിക്ക് തന്നത് ഇവിടെ സൂക്ഷിക്കാനായി. ഇത് കേട്ട് സാബു പറയുന്നുണ്ട്, ഈ കാശ് ഞങ്ങൾ കൊണ്ടുപോവുക. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും. ശ്രീകാന്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്തോളാം. ഇത്രയും പറഞ്ഞിട്ട് പണവുമായി ഇൻസ്പെക്ടർ സാബു പോകുന്നുണ്ട്. നേരം വേദ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, എന്തിനാങ്കളെ ശ്രീയേട്ടനോട് ചേർന്ന് ഇതെല്ലാം ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നേരം ഇതെല്ലാം കണ്ടും കേട്ടും ദർശൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ആരെല്ലാമോ ഉണ്ടോ അവരെയെല്ലാം ഈ വേദ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ശ്രീയേട്ടനെ ചതിക്കാൻ നോക്കിയത് ആരെല്ലാമാണെന്ന് എനിക്ക് നന്നായി അറിയാം. നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവ് ഈ വിക്രം, അവന്റെ ഏട്ടനും ഇതിൽ പ്രതിയാവും. അവന്റെ അറിവോടെയാ ഇതെല്ലാം നടന്നത്. എന്റെ കുടുംബത്തിലുള്ള സ്വന്തം ചേട്ടനായ വിനായകൻ ഞാനും ശ്രീകാന്തും പറഞ്ഞിട്ട് ആ വിനായകനെ കൊണ്ട് വിശ്വത്തിന് ആ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത്. അവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. സ്വന്തം കുടുംബത്തെ മറന്ന് കാശിന് വേണ്ടി എന്തും ചെയ്യും അവൻ. ഇത് കേട്ട് വിക്രമിന് ഒത്തിരി സങ്കടാവുന്നുണ്ട്. അന്നേരം വേദ പറയുക, വിനായകൻ ചേട്ടനെ ആരുവാക്കി നിങ്ങളെല്ലാം വിശ്വേട്ടനെ ചതിക്കാമെന്ന് കരുതിയല്ലേ വിക്രമിന്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്നും ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിക്കുമെന്നും നിങ്ങൾ എല്ലാരും ചിന്തിച്ചു. പക്ഷേ ഈ വേദയുള്ളപ്പോ അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാനും നിങ്ങൾ വിചാരിച്ച കഴിയില്ല. വിക്രമിന്റെ ചേട്ടനെ ഒരബദ്ധം പറ്റി. അതിന് കുറ്റബോധം ഉണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. ഇതിന്റെ പേരിൽ ഇവരെ തമ്മിൽ അകറ്റാമെന്ന് അങ്കിള് കരുതണ്ട. ഇനി ശ്രീയേട്ടൻ ചെയ്ത തെറ്റിന്റെ ഫലം ശ്രീയേട്ടൻ അനുഭവിക്കും. ഏട്ടനെ വിളിച്ച് പറഞ്ഞേക്ക് എല്ലാം. ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെയും കൂട്ടി വേദ അവിടുന്ന് പോകുന്നുണ്ട്.
അന്നേരം ചന്ദ്രശേഖരൻ ഇതെല്ലാം വിളിച്ച് ശ്രീകാന്തിനോട് പറയുക. ശ്രീകാന്ത് ഇത് വർഷയോടും പറയുന്നുണ്ട്. ആകെ പരിഭ്രമത്തോടെ ശ്രീകാന്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വർഷയോട് പറയുക, നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ടാ ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അവസാനം നിന്റെ അച്ഛൻ എന്നെ കൈ ഒഴിഞ്ഞു. എല്ലാ കുറ്റവും എന്റെ തലയിൽ കൊണ്ടിട്ടു. അവസാനം പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ ആ 10 ലക്ഷം രൂപ ഇൻസ്പെക്ടർ സാബു കൊണ്ടുപോയി. അത് എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ എടുത്തതാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങളുടെ അനിയത്തിയ. അവൾ ആരാ? ഝാൻസി റാണിയാണോ? എല്ലാരും ഇങ്ങനെ കുരുതി കൊടുക്കാൻ? നിങ്ങളുടെ അനിയത്തി സ്മാർട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ അവൾ കാണിക്കുന്നത് ഓവർ സ്മാർട്ടാ. ഈ കുടുംബത്തെ നശിപ്പിക്കാനും അവളുടെ ശ്രമം. അച്ഛനെയും നിങ്ങളെയെങ്കിലും കുറിച്ച് ഇവൾ ചിന്തിച്ചോ? എവിടെയോ കിടന്ന് അവന് വേണ്ടി ഏട്ടനോട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുവല്ലേ നിങ്ങളുടെ അനിയത്തി. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം അവന് ആ വിക്രം. അവനിങ്ങ വെറുതെ